പ്രോപ്പർട്ടീസ് ഓഫ് കട്ട് സെറ്റ്. നമ്മുടെ തിയറം പറയുന്നത് എന്താണ്? എവറി കട്ട് സെറ്റ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എനി സ്പാനിങ് ട്രീ. ഇവിടെ സ്പാനിങ് ട്രീയുടെ കാര്യം പറയുന്നുണ്ടല്ലേ, അപ്പോൾ എനിക്ക് എന്തായാലും ഒരു സ്പാനിങ് ട്രീ ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാൻ ദാണ്ടെ ഈ ഒരു ഗ്രാഫ് എടുത്തു. ഇനി ഇതിൽ നിന്ന് ഞാനൊരു സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എല്ലാ വേർട്ടക്സും എനിക്ക് വരണം. എഡ്ജസ് ഞാൻ എല്ലാം എടുക്കണ്ട, കാരണം എന്താ, എനിക്ക് സൈക്കിൾ അവിടെ വേണ്ട. അപ്പം ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാം? ഒരു സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. ഇത് എ, ഇത് സി. ഇനി ഈ സിന്ന് ഞാൻ എവിടെ പോവാ? ഇവിടെ ബി. ഈ എഡ്ജ് എടുക്കാൻ പറ്റില്ല, ഇനി ഇവിടെ എന്തായി പോവും? സൈക്കിളായി പോവും. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇ എടുത്തു. ഇന്ന് ഞാൻ എന്തെടുത്തു? എഫ് എടുത്തു. സിന്ന് ഡി എടുത്തു. അപ്പം ഇതാണ് എന്ത്? എൻ്റെ ഇവിടുത്തെ സ്പാനിങ് ട്രീ അല്ലേ. അപ്പോൾ ഈ സ്പാനിങ് ട്രീക്ക് ഞാൻ എന്തോ പേര് കൊടുക്കുക? ടി എന്ന് പറയുന്ന പേര് കൊടുത്തു. ഇനി എനിക്ക് എന്താ വേണം? കട്ട് സെറ്റ് വേണം അല്ലേ. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഞാനൊരു കട്ട് സെറ്റ് എഴുതാൻ പോവാം. ഇപ്പം എസ് ഈക്വൽ ടു കട്ട് സെറ്റിന് ഞാൻ അങ്ങനെ കൊടുത്തേ. ഇവിടെ ഞാൻ E1 E2 എടുക്കുകയാണ്. E1ഉം E2 എടുത്തു. E1ഉം E2 എടുക്കുമ്പോൾ എന്താവുന്നുണ്ട്? E1 E2 ഞാൻ റിമൂവ് ആക്കി കളഞ്ഞാൽ ഈ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുണ്ടല്ലേ. എങ്ങനെ? എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കും, അതായത് എ എന്ന് പറയുന്ന വെർട്ടെക്സ് ഇവിടെ കിടക്കും. ബാക്കി ഇത് ഇത്ര എന്താണ്? ഒരു ഗ്രാഫായിട്ട് നിൽക്കും. അങ്ങനെ രണ്ട് കമ്പോണൻസ് കിട്ടുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് ഡിസ്കണക്ട് ആവുന്നുണ്ട്. നോക്കിക്കേ, ഞാൻ E1 E3 E5 E6 എടുക്കുക. അപ്പം E1 E3 E5 E6 പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒരു പാർട്ടായിട്ട് നിൽക്കും. ബാക്കി പിന്നെ താണ്ടേ ഈ ഒരു ഇതും കാണുമല്ലേ. അങ്ങനെ രണ്ടാവുന്നുണ്ട്. ഇനി നമ്മുടെ തിയറം അനുസരിച്ച് എന്താണ് പറയുന്നത്? അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. സിയുടെ എഡ്ജ് ഏതായിരുന്നു? ഇവിടെ E2 ആയിരുന്നല്ലേ. ഇവിടെ E3, ഇതെന്തായിരുന്നടാ? E5, E6, ഇത് E9 അല്ലേ. ഓക്കെ. ഇനി നമ്മുടെ തിയറം അനുസരിച്ച് പറയുന്നത് ഈ കട്ട് സെറ്റിൽ, ഇതൊരു കട്ട് സെറ്റാണല്ലേ, ഈ കട്ട് സെറ്റിൽ അറ്റ്ലീസ്റ്റ് എന്താണ്? ഏത്, അതായത് ഇവിടുത്തെ എഡ്ജിന് എന്താണ് പറയുന്നത്? ബ്രാഞ്ച് അല്ലേ. ഇതിൽ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് എങ്കിലും എവിടെ കാണുമെന്നാണ്? ഈ സ്പാനിങ് ട്രീയിൽ വരുമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് കട്ട് സെറ്റ് നോക്കിക്കേ, E1 E2. ഇതിൽ E2 കണ്ടോ? E2 ഇതേണ്ടേ നമ്മുടെ സ്പാനിങ് ട്രീയിൽ വന്നിട്ടുണ്ട് അല്ലേ. എല്ലാം വരണമെന്നല്ല, അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ണോ അല്ലെങ്കിൽ വണ്ണിൽ കൂടുതലോ കാണാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു കട്ട് സെറ്റ് ഇത് E2 താണ്ടതിലുണ്ടല്ലേ. അടുത്ത കട്ട് സെറ്റ് നോക്കിയാൽ E1 E3 E5 E6. ഇതിലേതൊക്കെയുണ്ട്? E3 E5 E6. ഇത് മൂന്നും വരുന്നുണ്ടല്ലേ. ഇത് മൂന്നും താണ്ടേ സ്പാനിങ് ട്രീയിൽ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ തിയറം പറയുന്നത്. നോക്കിക്കേ, കണക്റ്റഡ് ഗ്രാഫ് G മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് എനി സ്പാനിങ് ട്രീ ആണ്. അതല്ലേ നമ്മുടെ ഇത് പറയുന്നത്. നോക്കിക്കേ, ഇതൊരു ഗ്രാഫാണ്, അതിൽ കട്ട് സെറ്റാണിത്. ഈ കട്ട് സെറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് സെറ്റ്, ഇതെൻ്റെ സെക്കൻഡ് സെറ്റ്. ഈ ഫസ്റ്റ് സെറ്റ് നോക്കുമ്പോൾ E1 E2 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്ത് കാണും? നമ്മുടെ സ്പാനിങ് ട്രീയിൽ കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തിയറം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം ഓൺ സെൻറ്റൻസിൽ എഴുതാവുന്നതാണ് തിയറം കേട്ടോ. ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് എഴുതുന്നത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, അത് കാണാതെ പഠിക്കുന്നതൊന്നും നടക്കില്ല കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എന്താണ്? സ്പാനിങ് ട്രീയിൽ എന്താണ് നമ്മുടെ കട്ട് സെറ്റിലെ ഒരു ബ്രാഞ്ചെങ്കിലും നമ്മുടെ സ്പാനിങ് ട്രീയിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഞാൻ ഈ പ്രൂഫ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. അതിനാണ് ഞാനിവിടെ അസ്യൂമാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ഒരു അസംഷനാണ്. എന്താണ് അസ്യൂം ചെയ്തേക്കുന്നത്? ടി എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ ആണ്. അതിലെ കട്ട് സെറ്റുകളൊന്നും എന്താണ് വരുന്നില്ല. ആ സ്പാനിങ് ട്രീയിൽ കട്ട് സെറ്റിലെ എഡ്ജുകളൊന്നും വരുന്നില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്തേക്കുകയാണ് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യമാണ്, ടി എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പോൾ അത് എന്തായിരിക്കും? എന്തായാലും അത് കണക്റ്റഡ് ആയിരിക്കും അല്ലേ. അവൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ സെൻറ്റൻസ് നോക്കിക്കേ, ടി എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ ആണ്. അതിൻ്റെ അകത്ത് എന്താണ്? കട്ട് സെറ്റിലെ എഡ്ജുകളൊന്നും ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞേക്കണേ. അപ്പം ഞാൻ നോക്കിക്കേ, ഈ ഫസ്റ്റ് കട്ട് സെറ്റ് എടുത്തേ, E1 E2. പക്ഷെ എനിക്കിപ്പോൾ E2ൻ്റെ കാര്യം നോക്കാൻ പറ്റില്ലല്ലേ. ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ച് ഈ കട്ട് സെറ്റിലെ ആളുകളൊന്നും സ്പാനിങ് ട്രീയിൽ കാണാൻ പാടില്ല. പക്ഷേ E2 നോക്കിക്കേ, ഈ സ്പാനിങ് ട്രീയിൽ വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ പറയാണ്, ഇവിടെ E2 ഇല്ല, കാരണം എനിക്ക് വരാൻ പാടില്ലല്ലോ സ്പാനിങ് ട്രീയിൽ. അപ്പം ഞാൻ കണ്ടേ E1 എന്ന് പറയുന്ന മാത്രമുള്ളൊരു കട്ട് സെറ്റ് എടുക്കുകയാണ്. ഇപ്പം ഞാൻ നോക്കിക്കേ, ഈ E1നെ റിമൂവ് ചെയ്തു. E1നെ റിമൂവ് ചെയ്താൽ എന്താണ്? ഈ ഗ്രാഫ് ഒരിക്കലും ഡിസ്കണക്ട് ആവില്ല. ദാണ്ട് ഇതുപോലെ തന്നെ കാണും അല്ലേ. ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഗ്രാഫ് ഇരിക്കുന്നുണ്ടാവുക.
ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇത് കണക്റ്റഡ് തന്നെ ആയിരിക്കും. സബ്ഗ്രാഫ് ഒപ്റ്റൈൻഡ് ബൈ റിമൂവിങ് ജി മൈനസ് എസ് എന്താണ്, അതും കണക്റ്റഡ് ആണെന്ന് പറയുകയാണ്. ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഈ E1 എന്ന് പറയുന്ന കട്ട് സെറ്റാണ് ഞാൻ മാറ്റിയത്. എന്തുകൊണ്ടാണ് E1 എന്ന് പറയുന്ന കട്ട് സെറ്റ് മാത്രം മാറ്റിയുള്ളൂ? കാരണം ഞാനിവിടെ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്, ഈ കട്ട് സെറ്റിലുള്ള എലമെൻറ്റ്സ് ഒന്നും ഈ സ്പാനിങ് ട്രീയിൽ കാണാൻ പാടില്ല. E2 നമ്മൾ നേരത്തെ എടുത്തതിൽ E2 താണ്ട ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അസംഷന് വേണ്ടിയിട്ട് ഞാൻ E1 മാത്രം എടുത്തു. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്താവുന്നില്ല, ഡിസ്കണക്റ്റ് ആവുന്നില്ല. അതാണ് പറയുന്നത് ഇവിടെ എന്താണ്, സബ് ഗ്രാഫ് ഒബ്റ്റൈൻഡ് ബൈ റിമൂവിങ് ജി മൈനസ് എസ് ആണ്, അതും കണക്റ്റഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കണ്ടീഷൻ എന്താണ്, പോസിബിൾ അല്ല. കാരണം നമ്മൾ കട്ട് സെറ്റാണ് റിമൂവ് ചെയ്യുന്നെങ്കിൽ ആ ഗ്രാഫുകൾ എന്തായി മാറും, ഡിസ്കണക്റ്റ് ആയി മാറും എന്ന് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഈ കട്ട് സെറ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. നമ്മൾ കട്ട് സെറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്താ പറയുന്നത്, അതൊരു കട്ട് സെറ്റാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നെങ്കിൽ ആ ഗ്രാഫിനെ ഉറപ്പായിട്ട് അത് ഡിസ്കണക്റ്റ് ചെയ്തിരിക്കും. ഇവിടെ അത് ഡിസ്കണക്റ്റ് ചെയ്തില്ലല്ലോ. അതിനർത്ഥം എന്താണ്, നമ്മുടെ അസംഷന് ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതിനർത്ഥം അതൊരു കട്ട് സെറ്റ് അല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് എന്ത് മനസ്സിലായി, കട്ട് സെറ്റിൻ്റെ കണക്റ്റഡ് ഗ്രാഫ് ജി മസ്റ്റ് കണ്ടെയ്ൻ എന്താണ്, അറ്റ്ലീസ്റ്റ് വൺ ബ്രാഞ്ച് ഓഫ് സ്പാനിങ് ട്രീ. ഇപ്പോൾ ഒരു കട്ട് സെറ്റ് ഉണ്ട്, ആ കട്ട് സെറ്റിലെ അറ്റ്ലീസ്റ്റ് ഒരു ബ്രാഞ്ച് എങ്കിലും നമ്മുടെ സ്പാനിങ് ട്രീയിൽ കാണും എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തിയറം. അടുത്ത തിയറം നോക്കിക്കേ, എവറി സർക്യൂട്ട് ഹാസ് ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ കോമൺ വിത്ത് എനി കട്ട് സെറ്റ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ കട്ട് സെറ്റ് ഹാസ് ആൻ ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ കോമൺ വിത്ത് എനി സർക്യൂട്ട് അല്ലേ. മറ്റടുത്ത് എന്തുവായിരുന്നു പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും നമ്മുടെ സ്പാനിങ് ട്രീയിൽ കാണണം എന്നാണ്. കട്ട് സെറ്റിലെ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും സ്പാനിങ് ട്രീയിൽ കാണണം എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് തിയറി പറഞ്ഞത്. ഈ തിയറി പറയുന്നത് എന്താണ്, ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ അതിൽ ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് എവിടെ കാണണം, നമ്മുടെ കട്ട് സെറ്റിൽ കാണണം കോമൺ ആയിട്ട്. ഇനി ഈ ഫിഗർ നോക്കിക്കേ, ഈ ഫിഗറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കട്ട് സെറ്റുകളെ റിമൂവ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഫിഗറിൽ നിന്ന് എൻ്റെ കട്ട് സെറ്റ് റിമൂവ് ചെയ്യാൻ പോകും. അത് ഞാനൊരു കട്ട് സെറ്റിൻ്റെ സെറ്റ് എടുക്കണമല്ലേ. അപ്പം എസ് എന്നാണ് ഞാൻ കട്ട് സെറ്റിനെ എസ് വെച്ചിട്ടാണ് ഞാൻ കട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് ചെയ്ത് ഞാനിപ്പോൾ കട്ട് സെറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്ര എഡ്ജ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെയുള്ള എഡ്ജസൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണേ. അപ്പം ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്യാൻ പോവാണ്. ദാണ്ട് ഇങ്ങനെ അല്ലേ. ഇങ്ങനെ ആകുമ്പോൾ എന്തായി മാറി, രണ്ടായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടല്ലേ. ഗ്രാഫ് ഇപ്പം രണ്ടായിട്ട് ഡിസ്കണക്റ്റ് ആവും. ഏതൊക്കെയാണ് നമ്മുടെ കട്ട് സെറ്റ്, E1, E2, E3, E5. ഈ എഡ്ജസിനെ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് എങ്ങനെയായിട്ട് മാറും, ഇതൊരു പോർഷൻ ഇങ്ങനെ ഒരെണ്ണം കാണും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം കാണും അല്ലേ. ഇങ്ങനെ രണ്ടായിട്ട് ഈ ഗ്രാഫ് എന്താവും, ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ഞാൻ ഈ കട്ട് സെറ്റുകളെയൊക്കെ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, രണ്ട് കമ്പോണൻസ് കിട്ടി, അല്ലെങ്കിൽ രണ്ട് പാർട്ടീഷൻ കിട്ടി. അതിനെ ഞാൻ പേര് വിളിക്കുകയാണ്, ഇതെൻ്റെ V1 എന്നും ഇതെൻ്റെ V2 ആണെന്നും. ഞാൻ ഈ ഒരു ഗ്രാഫ് എടുക്കും, ഇതിൽ നിന്ന് ഞാൻ എന്തെടുക്കുക, അതായത് ഈ ഗ്രാഫിനെ ഞാനിപ്പോൾ പാർട്ടീഷൻ ചെയ്ത് രണ്ടായിട്ടുണ്ടല്ലേ. ഏതാണ്ട് ഇത് കാണിക്കാം. ഇത് ഞാനൊരു എന്താക്കി എടുത്തു, ഒരു സൈക്കിളായിട്ട് എടുത്തു. എൻ്റെ അടുത്ത സൈക്കിളായിട്ട് ഇതെൻ്റെ ഞാൻ ഇതിനെ എടുത്തു അല്ലേ. ഇവിടെ എന്താണ് പറയുന്നത്, ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഈ രണ്ട് ഫിഗറിൽ നോക്കിക്കേ, ഇവിടെ വന്നേക്കുന്ന ഏതൊക്കെയാ, E1, V8, V9, V0 ആണ്. ഇവിടെ വന്നേക്കുന്ന V2, V3, V4, V7 ആണ്. ഇവിടെ എന്തൊക്കെയായിരുന്നടാ, V1, V8, V9, V0 അല്ലേ. ഇതിങ്ങനെ എടുക്കുമ്പം ഇതിലെ ഒരു എഡ്ജസും ഇതിൽ കോമൺ ആയിട്ട് വന്നിട്ടില്ല. അതേപോലെ ഇവിടെ ഈ ഫിഗറിലുള്ള ഒരു എഡ്ജസും എന്തിൽ വന്നിട്ടില്ല, ഇതിൽ കോമൺ ആയിട്ട് വന്നിട്ടില്ല അല്ലേ. ഇനി നമുക്ക് ഈ തിയറം എഴുതി നോക്കാം. നോക്കിക്കേ, ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്, കൺസിഡർ എ കട്ട് സെറ്റ് എസ് ഇൻ ഗ്രാഫ് ജി. ഈ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിൽ ഒരു എസ് എന്ന് പറയുന്ന ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താണ്, ആ എസ് എന്ന് പറയുന്ന കട്ട് സെറ്റ് റിമൂവ് ചെയ്യുമ്പം റിമൂവൽ ഓഫ് എസ് എന്താണ്, ആ ജി എന്ന് പറയുന്ന ഗ്രാഫിന് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യും. എന്തൊക്കെയായിട്ട്, V1, V2 എന്ന് പറയുന്ന രണ്ട് സബ്സെറ്റായിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, ഒരു സർക്യൂട്ടിനെ കണ്ട് ഞാൻ ഇപ്പോൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, ഒരു സർക്യൂട്ടിനെ ഈ രണ്ട് ഗ്രാഫിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കണം. അതിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, കൺസിഡർ എ സർക്യൂട്ട് എന്താണ്, ഗാമ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഈ ഗാമ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലെ വെർട്ടക്സ് എല്ലാം ഇതിൽ തന്നെ നിൽക്കുന്നുള്ളൂ.
ഈ ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ ഇതിലെ വെർട്ടക്സുകളൊന്നും ഇതിൽ വരുന്നില്ല. അതേപോലെ ഇവിടുത്തെ എന്തിൽ വരുന്നില്ല, ഇങ്ങോട്ടേക്കും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്നത് എന്താണ്? ഇഫ് ഓൾ ദ വെർട്ടിസസ് ഇൻ ഗാമ ആർ എൻറ്റയർലി വിത്തിൻ എ വെർട്ടക്സ് സെറ്റ് V1, അതായത് ഈ വെർട്ടക്സ് സെറ്റിൽ തന്നെ നിൽക്കുകയാണ്, ഇതിലേക്ക് അത് കോമൺ ആയിട്ടൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ എന്താണ്? നോ എഡ്ജസ് കോമൺ ടു എസ് ആൻഡ് ഗാമ ഈസ് 0. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന കട്ട് സെറ്റും ഇതും തമ്മിൽ എന്ത് വരുന്നില്ല, കോമൺ ആയിട്ട് ഒന്നും ഇതിൽ വരുന്നില്ല അല്ലേ. അതായത് E1 E2 E3 E5 എന്ന് പറയുന്ന എഡ്ജസ് ഒന്നും ഇതിൽ എനിക്ക് കോമൺ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഈ എഡ്ജസും ഇതിലില്ല, ഈ എഡ്ജസുകളൊന്നും ഇതിലും വരുന്നില്ല അല്ലേ. ഇനി ഞാൻ എന്താണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ എൻ്റെ V1, ഇത് V2. ഇവിടെ E1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് കാണിക്കാം, ഇതെന്താണ്? ഇത് V1, ഇത് V2 അല്ലേ. ഓക്കെ, ഇവിടെ E1 എന്ന് പറയുന്ന എഡ്ജ് അതേപോലെ ഉണ്ടെന്ന് വെച്ചോ. ഇതൊരു സർക്യൂട്ട് അല്ലല്ലേ, കാരണം V1 നിന്ന് V2ലേക്ക് പോകുന്നുണ്ട്. ഇത് സർക്യൂട്ട് ആവണമെങ്കിൽ എന്ത് വേണം? ഈ തിരിച്ച് V2ന്ന് V1ലേക്കും വേണം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, V1ലേക്ക് V2ലേക്ക് ഉള്ളൂ. ഒരു സർക്യൂട്ട് ആവണമെങ്കിൽ തിരിച്ച് എന്ത് വേണം? V2ന്ന് V1ലേക്ക് വേണം. നോക്കിക്കേ, ഒരു സർക്യൂട്ട് ആകുമ്പോൾ എന്തുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്? ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ആയിട്ട് കാണുമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, 1 2. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിലോ, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം കൂടെ കാണുമായിരുന്നല്ലേ. ഇപ്പം നോക്കിക്കേ, 1 2 3 4 ആയില്ലേ, ഈവൻ നമ്പർ ആയില്ലേ. ഇനി ഞാനിവിടെ പറയാം, കൺസിഡർ എ സർക്യൂട്ട് ഗാമ എൻ ജി. അതിലെന്താണ്? ചില വെർട്ടിസസ് V1 എന്ന് പറയുന്ന പാർട്ടീഷനിലും ബാക്കി ചില വെർട്ടിസസ് ഏതിലാണ്? V2 എന്ന് പറയുന്ന പാർട്ടീഷനിലും ആണെന്ന് പറയാം. നമുക്ക് എന്ത് പറ്റണം? ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ എനിക്കൊരു പാത്തുണ്ടെങ്കിൽ തിരിച്ച് പോകാൻ എനിക്ക് എന്താവണം? ഒരു പാത്തുണ്ടായിരിക്കണം. അതിവിടെ പറയാം, വി ട്രാവേഴ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ സെറ്റ്സ് V1 ആൻഡ് V2. V1 ഉം V2 എന്ന് പറയുന്ന സെറ്റിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ V1 എന്ന് പറയുന്ന സെറ്റ് ചെയ്യുന്നതാണ്. ഈ സെറ്റിൽ നിന്ന് എനിക്കിത് ഇങ്ങോട്ടേക്ക് പോകാൻ ഒരു പാത്തുണ്ടെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാനും എന്തുണ്ടായിരിക്കണം? ഒരു പാത്തുണ്ടായിരിക്കണം. ഇനി എന്താ പറയുകയാണ്? ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ക്ലോസ്ഡ് നേച്ചർ ആയിരിക്കുമല്ലേ അതിന്. അങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുമ്പം ദ നമ്പർ ഓഫ് എഡ്ജസ് വി ട്രാവേഴ്സ് ബിറ്റ്വീൻ V1 ആൻഡ് V2 എന്തായിരിക്കണമെന്നാണ് പറയുന്നത്? ഈവൻ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കട്ട് സെറ്റ് ആകുമ്പോൾ എന്താണ്? ഒരെൻ്റെ ഒരു പാർട്ടീഷനിൽ മറ്റേ എൻ്റെ വേറൊരു പാർട്ടീഷനിലും ആയിരിക്കില്ല. നോക്കി, ഈ ഒരു കട്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കട്ട് സെറ്റിൻ്റെ ഒരെൻ്റെ ഈ പാർട്ടീഷനിലും മറ്റേ എൻ്റെ ഏത് പാർട്ടീഷനിലും ആണ്? ഈ പാർട്ടീഷനിലും ആണല്ലേ ഉള്ളത്. അതെന്താണ്? കട്ട് സെറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് പറയുകയാണ്, സീൻസ് എവറി എഡ്ജ് ഇൻ എസ് ഹാസ് വൺ എഡ്ജ് ഇൻ എന്താണ് V1 ആൻഡ് അതർ എഡ്ജ് ഇൻ V2 ആണ്, ആൻഡ് നോ അതർ എഡ്ജ് ഇൻ G ഹാസ് ദിസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദെയർഫോർ ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു എസ് ആൻഡ് എന്താണ്? ഈവൻ ആണെന്ന് നമുക്ക് പറയാം.